ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. നാട്ടിലെ നമ്മുടെ പെട്ടിപ്പൊട്ടിക്കൽ കർമ്മം നമുക്ക് നിർവഹിക്കാൻ ഒരു ലോട്ട്സ് സ്റ്റഫ് കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം നമുക്കിന്ന് പൊട്ടിച്ചെടുക്കാം. 2-3 ദിവസമായി നമ്മൾ പെട്ടി പൊട്ടിക്കാൻ പറ്റിയില്ല. നമ്മൾ ബിസി ആയിരുന്നു. ജോലി പിന്നെ കഴിഞ്ഞ് വരുമ്പോൾ ലേറ്റ് ആകും. അങ്ങനെ അവരുടെ ജെറ്റിലാഗ് അതൊക്കെ നേരെ ആയിട്ട് നമ്മൾ പെട്ടിയൊക്കെ പൊട്ടിക്കാമെന്ന് ഓർത്ത് മാറ്റി വെച്ചിരിക്കുമായിരുന്നു. ഇന്ന് നമ്മളതെല്ലാം പൊട്ടിച്ച് നോക്കി ഇഷ്ടംപോലെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമുക്കറിയാമല്ലോ, ഒരാൾക്ക് 2 പെട്ടിയെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതിൽ മാക്സിമം കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടതായ എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു, ഖത്തറി പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ശരിക്കും പേടിച്ചു പോയി. ദൈവമേ, ഇനിയും ടിക്കറ്റ് എല്ലാം ക്യാൻസലാക്കുമോ, ഇവരുടെ വരവൊക്കെ മുടങ്ങുമോ. എന്നാലും ദൈവം സഹായിച്ചു, ഒരു കുഴപ്പമില്ല, അതൊക്കെ വരാൻ പറ്റി. അവർ വന്നപ്പോൾ ഇന്ന് ഖത്തറിലെ പ്രോബ്ലം എല്ലാം സോൾവായി. കാരണം ഖത്തർ വഴിയാണല്ലോ ഇവർക്ക് ഫ്ലൈറ്റ് ചെയ്തത്. കറക്റ്റ് ഖത്തറി പ്രോബ്ലമായി. എനിവേ ഇവർ വന്നപ്പോഴത്തേനെല്ലാം ക്വയറ്റായി, ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. ഡിലേ ഒന്നും ആയില്ല, ഓൺ ടൈമിൽ വന്നു. ഞാൻ ഓർക്കുമായിരുന്നു, ഞാൻ ഒരു ദിവസം മുമ്പിലോട്ട് കയറിയ 23rd 24th വല്ലതായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തെങ്കിൽ നമുക്ക് 8ന്റെ പണി കിട്ടിയേനെ. ഏതായാലും ദൈവാനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പമില്ലായിരുന്നു. നമ്മൾ വന്നപ്പോഴത്തേന് പ്രോബ്ലം ഒക്കെ സോൾവായി. അവർക്ക് നന്നായിട്ട് വരാൻ പറ്റി. കൊച്ചി നമ്മുടെ നെടുമ്പാശ്ശേരിയിൽ വന്നപ്പോൾ അവർ പറഞ്ഞു ചിലപ്പോൾ ഫ്ലൈറ്റ് ക്യാൻസലാവുമെന്ന് പറഞ്ഞു. അതിന് മുമ്പത്തെ എങ്ങാണ്ടൊരു ഫ്ലൈറ്റ് ബോർഡിങ് വരെ കഴിഞ്ഞിട്ട് ക്യാൻസലാക്കിയതാണ്. ഇവരോട് പറഞ്ഞു അവരുടെ ബോർഡിങ് എല്ലാം കഴിഞ്ഞ് ഇവർ ഗേറ്റിൽ ഇരിക്കുവായിരുന്നു. അപ്പോൾ അനൗൺസ് ചെയ്തു ചിലപ്പോൾ നിങ്ങളുടെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ദോഹയിൽ നിന്ന് വിവരം കിട്ടുന്നതനുസരിച്ച് ഇവിടുന്ന് പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. എനിവേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പ്രോബ്ലം ഒന്നുമില്ല, നമുക്ക് പോകും, ഓൺ ടൈമിൽ തന്നെ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കുഴപ്പവും കൂടാതെ എനിവേ വന്നു. ഖത്തറിൽ ചെന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. ഖത്തറിൻ്റെ ഇവിടെ വന്നു. ദൈവാനുഗ്രഹിച്ച് സുരക്ഷിതമായി വളരെ സേഫായിട്ട് അവരെത്തി. താങ്ക് ഗോഡ് അവരെത്തി, ഒരു കുഴപ്പമില്ലാതെ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ വെജിറ്റബിളിനൊക്കെ വെള്ളം ഒഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ എല്ലാം ഇങ്ങനെ വാടിക്കരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ടങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടിയൊക്കെ പൊട്ടിക്കുകയാണ്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒത്തിരി സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒത്തിരി ചിപ്സുകളുണ്ട്, ഏത്തക്കാട് ഉപ്പേരി ഞാൻ 2 പാക്കറ്റ് അങ്ങോട്ട് ഇട്ടുകൊണ്ട് പോയി. പിന്നെ അവലോസുണ്ടയുണ്ട്. പിന്നെ നാട്ടിൽ നിന്ന് വന്ന ഉണങ്ങിയ ചക്ക, ഉണങ്ങിയ കപ്പ, ചക്കയുടെ ചിപ്സ്. ചക്കയുടെ ചിപ്സും അല്ല, ചക്കയുടെ ചിപ്സ് ഉണ്ട്, ചക്ക ഉണങ്ങിയതുണ്ട്. ഏത്തക്കാട് ഉപ്പേരിയുണ്ട്, നമ്മുടെ ബനാന ചിപ്സ്. പിന്നെ നമ്മുടെ അവലോസുണ്ടയുണ്ട്. നമ്മുടെ രാവിലെ അല്ലേ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടിയെല്ലാം പൊട്ടിക്കുകയാണ്. നമ്മുടെ സാധനങ്ങളെല്ലാം എടുക്കുകയാണ്. ബൈബിൾ ഗിഫ്റ്റ് ഞങ്ങൾക്ക് 2 പേർക്കും ഓരോ ബൈബിൾ ഗിഫ്റ്റ്. പിന്നെ സാരി ഇതെന്താ? അത് നിനക്കൊരു ഗിഫ്റ്റ്, എൻ്റെ ഒരു ഗിഫ്റ്റാണ്. എന്നറിയത്തില്ല, നോക്കാം. ചുരിദാറിൻ്റെ ടോപ്പില്ലത്, അത് നമുക്ക് ഗൗൺ പോലെ ഡ്രസ്സ്. ഓക്കെ. മമ്മിക്ക് സാരി, മമ്മിയുടെ സാരി. നല്ല കളറാ, മമ്മിക്ക് സാരി. 2 സാരിയോടെ. എനിക്കൊന്നും ഇങ്ങനത്തെ ഒരു കളർ മമ്മിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടുത്തെ ബെഡിനൊക്കെ ഹൈറ്റ്, അതുകൊണ്ട് അമ്മയ്ക്ക് ഇത് ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ ബെഡാ ഇത്. എനിക്ക് പിന്നെ ഗിഫ്റ്റ്, ഓണത്തിന്റെ ഗിഫ്റ്റ്. എന്നും കോട്ടത്തിന് പോകുന്ന ഇതിനൊക്കെയാ. പെട്ട് തുറന്ന് നിങ്ങൾ എല്ലാം എടുക്കുകയാണ്. ആ സാരി എനിക്കറിയാവുന്ന സാരി, അത് ആ ക്രീം ഞാനത് കണ്ടിരിക്കുന്നു. ഞാൻ ആ പ്രിന്റർ കണ്ടിരിക്കുന്നത്. മെഡിസിൻസ് ഇഷ്ടം പോലെ ഉണ്ട്. എന്തോ എല്ലാ പെട്ടികളും നമ്മൾ ഓരോന്നോരോന്നായിട്ട് തുറക്കുന്നതായിരിക്കും.
അപ്പം ഞങ്ങൾ രാത്രിക്ക് മുമ്പേ നമുക്കെല്ലാം ഒരു സൈഡിലോട്ട് ഒതുക്കി വെക്കാം. രാത്രിക്ക് തട്ടിയൊന്നും വേണ്ട, എല്ലാം ക്ലോസറ്റിലോട്ട് കയറ്റാം. ഇതൊക്കെ അടിപൊളി സാരിയാണല്ലോ. പറ്റിയോ? അല്ല, വാഷ് ചെയ്താൽ മതി, പോവും. ഇങ്ങനെ കറ പോലെ പറ്റിയാലേ, എൻ്റെ പള്ളിയിൽ ഒരു ആൻറ്റി പറയും, എന്നെ കറ പോലെ ഇങ്ങനെ ചില സാരികളൊക്കെ നമ്മളിങ്ങനെ ഫുഡൊക്കെ വീഴുമ്പോഴേ കറ പോലെ വെള്ളം കൊണ്ട് കഴുകിയാൽ ചില തുണിക്കുള്ള കുഴപ്പമാണ്, കറ പോലെ പറ്റും. അപ്പോൾ എൻ്റെ പുള്ളിക്കാരി പറയാം പൗഡർ തേച്ചാൽ മതി ഇന്ന്, അതങ്ങ് പോകുമെന്ന്. ഡ്രൈ ക്ലീനിങ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ പൗഡർ ആ പൗഡർ ആ കറ പോലെ പറ്റിയെടുത്ത് പുരട്ടിയാൽ അത് കംപ്ലീറ്റ് പൊക്കോളൂന്ന്. ഞാനിങ്ങനെ പറഞ്ഞു, പെരുന്നാൾ ഞാൻ കൊടുത്തോണ്ട് വരുമ്പോൾ എന്തെങ്കിലും പറ്റുമെന്ന്. അന്നേരം പറയാം അതിങ്ങനെ ചെയ്താൽ മതിയെന്ന്. വെളിയിൽ കിടക്കുന്ന രാവിലെ ഉണ്ടാക്കത്തില്ല. ബാക്കി മെഡിസിൻസ് എല്ലാവർക്കും ഓരോ കിലോ വെച്ചുണ്ട്. മെഡിസിനാണ് ഏറ്റവും വലിയ. അമ്മയുടെ മെഡിസിൻ എല്ലാം ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് കണ്ണിലൊഴിക്കാൻ ഡ്രോപ്സ് അത് ഒഴിക്കണ്ടേ? വൈകിട്ടാമേ രാത്രി ചെയ്ത് അമ്മ ഉറങ്ങി എഴുന്നേറ്റു. അമ്മയ്ക്ക് ജറ്റിലായതുകൊണ്ട് ഇവർക്ക് സമയമൊന്നും അറിയത്തില്ല. ഉറങ്ങി എഴുന്നേറ്റുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വർത്താനൊക്കെ പറഞ്ഞിട്ട് പിന്നെ രണ്ടുപേരും ഫ്ലാറ്റായി. ഇപ്പോൾ ഉറങ്ങി എഴുന്നേറ്റപ്പം പറയാണ് രാവിലെ ആയിരുന്നു, രാത്രി ആകുന്നേ ഉള്ളൂ. കംപ്ലീറ്റ് ജോക്കാണ് 2-3 ദിവസത്തെ. ഇനി നമുക്ക് അമ്മനെയും മറ്റേ പെട്ടിയൊക്കെ പിന്നെ പൊട്ടിക്കാം. മറ്റേ പെട്ടിയൊക്കെ പയ്യെ തുറന്നാൽ മതി. അപ്പോൾ എൻ്റെ ഗിഫ്റ്റ് ഇതേണ്ട ഒരു സാരി, ഇതെൻ്റെ ബ്ലൗസ്, പിന്നെ നമ്മുടെ ഓണത്തിൻ്റെ സാരി, സെറ്റ് സാരിയാ. ഇത് മമ്മിയുടെ ഗിഫ്റ്റ്. മമ്മിക്ക് രണ്ട് പേരുടെയും ഗിഫ്റ്റ്. രണ്ട് നല്ല സാരിയാണ്, നല്ല സാരിയാണ്. ഇതെനിക്ക് വേറെ ഡ്രസ്സ്. താങ്ക് യു. പുറകെ എല്ലാം പൊട്ടിക്കുന്നതനുസരിച്ചെടുക്കാം. അടക്കിയാണ്. ഇത് അരിപ്പൊടി. ഇനി ഇഷ്ടംപോലെ ചിപ്സ് ഉണ്ട്. ഞങ്ങളൊരു ചെറിയ പാക്കറ്റ് മാത്രം പുറത്തോട്ട് ഇറക്കി. അമ്മയ്ക്ക് നമസ്തയുടെ അത്ര കാര്യമായിരുന്നു. ചിപ്സൊക്കെ ആയിട്ടാ വന്നേ. എൻ്റെ കൂട്ടുകാർക്ക് ചിപ്സൊക്കെ ആയിട്ട് വന്നു. എന്നാൽ ഫോണിൽ കൂടെ മിണ്ടുന്നതുകൊണ്ട് അവരെയൊക്കെ അറിയാം, അതുകൊണ്ട് അവർക്കൊക്കെ ചിപ്സൊക്കെ ആയിട്ടാ വന്നേ. ഇപ്പം പറഞ്ഞ എന്നോട് ചോദിക്കും എന്ത് ചെയ്യുന്ന ചോദിക്കും ഞങ്ങളുടെ ചിപ്സ്. നമസ്തയുടെ ചിപ്സ് എന്നാ കൊടുക്കണ്ടേ? നമസ്തേ എന്നാ ജോലിയുള്ളൂ ഞാൻ ചോദിച്ചിട്ട് വരാം, എന്നിട്ട് കൊടുക്കുക. ആ പുള്ളിക്കാരത്തേക്ക് നമസ്തേ എന്ന് മാത്രം പറയാൻ അറിയാം. നമസ്തേ അല്ല, കുറച്ചൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്തുണ്ട് വിശേഷം, സുഖമാണോ, അതൊക്കെ ഞങ്ങളുടെ കയ്യിൽ പഠിച്ചിട്ടുണ്ട്. എന്താ അതൊക്കെ ഫോണിൽ കൂടെ ചോദിക്കും. അതുകൊണ്ട് അമ്മയായിട്ട് കൂട്ടാണ്. അതുകൊണ്ട് അമ്മ അവർക്ക് ചിപ്സൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അമ്മയെ കാണാൻ വരുന്നു പറഞ്ഞിരിക്കുക. അലുവ ഫ്രിഡ്ജ് വെക്കാം. അലുവ ഉണ്ട്, ചിപ്സ് ഉണ്ട്, അരിപ്പൊടി കൊണ്ടുവന്നു അല്ലേ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബൈബിള്, പിന്നെ സാരി, എനിക്കും മമ്മിക്ക് സാരി, ഓണസാരി, അല്ലാത്ത സാരി, പിന്നെ എനിക്കൊരു ഡ്രസ്സ് കിട്ടി. അടുത്തായിട്ട് നാടൻ ശർക്കര. ചായനെ കൊണ്ട് ആ ഉണ്ടകളെ പേടിച്ചിട്ടിപ്പം വാറില്ലേ, വാറിന് ബോംബാന്നോർത്ത് ഉണ്ടകളെ എല്ലാം സ്പ്രെഡാക്കി, ഉണ്ടയെ ജാമാക്കി. നമ്മുടെ ശർക്കര ഉണ്ട്, ശർക്കര ഉണ്ടയെ ജാമാക്കി. അവലോസുണ്ടാ? ലതയുടെ അവിടുത്തെ മനുഷ്യത്തേക്ക് പനിയായി പോയില്ലേ? അതല്ല, പക്ഷെ ആ പുള്ളിക്കാരുടെ ഉണ്ട നല്ല നമ്മൾ വീട്ടിലുണ്ടാക്കിയ പോലെയാ. ചുരുട്ട് കോട്ടയംകാരുടെ സ്പെഷ്യൽ സാധനമാണ് ചുരുട്ട്. എൻ്റെ ചുരുട്ട് അതെല്ലാം ചുരുട്ടാണ്. പിന്നെ എടുത്താലും മതി. അലുവ ഫ്രിഡ്ജ് വെക്കാം കേട്ടോ. ഇതാ നമസ്തേ. അവല് നമസ്തയുടെ ചിപ്സ്. അലുവയാണ്. അലുവ 3 കിലോ അലുവ. 3 കിലോ അലുവ. നാളെ കൊണ്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞു. 3 കിലോ അലുവ. സ്പെഷ്യൽ പേസ്റ്റ്. കുറെ അപ്പൂട്ടുന്നുണ്ട്. കുറെ അപ്പൂസിന്റെ ആണ്. കുറെ സാധനം അമ്മയുടെ ഷൂ. മമ്മയുടെ സാധനം അതെന്തോ ആ ബാഗിലെ പ്ലാസ്റ്റിക്കിന് എന്തോ. ഇത് ലേഖയുടെ സംബന്ധിപ്പൊടി. ഇത് മമ്മിയുടെ ഇത്. മമ്മിയുടെ ഡൈ, നാട്ടിലെ ഡൈയാ മമ്മി ഇപ്പൊ യൂസ് ചെയ്യുന്നത്. അത് പിന്നെ അവലോസുണ്ട. ഇത് നിന്റെ മസാലപ്പൊടി ഞങ്ങൾ പൊടിച്ചത് വീട്ടിൽ. ഗരം മസാല സെപ്പറേറ്റ് പൊടിച്ചു വീട്ടില്. പിന്നെ കുറച്ച്
ഇനിയും ഇന്നത് കുറച്ച് നിങ്ങളുടേതാണ്. പിന്നെ അപ്പക്കൂട്ടൻ്റെ കുറച്ച് നട്ട്സ് ഒക്കെ തന്നു വിട്ടിട്ടുണ്ട്. ആ ആ അപ്പൂന് നട്ട്സ്. അല്ലാതെ എന്നാണ് പണി, നിങ്ങളും കുറെ നട്ട്സ് എടുത്തോളെ. അല്ല പിന്നെ നിങ്ങൾക്ക് അതൊക്കെ ഇപ്പൊ എടുക്കണ്ട, ഇത് നമുക്ക് പിന്നെ സാവധാനം ചീത്തയാകുന്നു ഫ്രിഡ്ജ് വെക്കാനുള്ള അലുവ, ചക്ക വരട്ടി എല്ലാം ഫ്രീസറിൽ കയറ്റാം. ബാക്കിയുള്ളത് ചക്കയൊക്കെ അടിപൊളി വരട്ടി കൊണ്ടുവന്നു. പിന്നെ ഇതൊക്കെ കുറച്ചൊക്കെ അപ്പക്കൂട്ടൻ്റെ ഒക്കെ ഇതിനകത്ത് കുറെ നിങ്ങളുടേതൊക്കെ ഇത് പിന്നെ എടുക്കാം. അമ്മയുടെ ആ അവലത് എൻ്റെ പറ്റുന്ന ശരിക്കും രാവിലെ കൊണ്ടുവന്നു. നീ കൊണ്ടുവന്ന ആ സിപ്ലോക്കൊക്കെ ഉണ്ടല്ലോ, ഒരു കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഒട്ടുകയില്ല. അതാണ് സിപ്പ് പോയോ? സിപ്പ് വായി പൊളിച്ചിരിക്കും, പക്ഷെ അത് സംഭവം ഇങ്ങനെ. അതെ പുതിയതോ? നിങ്ങൾക്ക് ഉണ്ടല്ലോടി എന്നടി ഓഫ്. ഇനി എനിക്ക് വെള്ളി ശനിയുണ്ട്, സൺഡേ. അല്ലെ അതെല്ലാം മാറ്റി പെട്ടിയെ പെട്ടിയെല്ലാം ക്ലിയർ ചെയ്യാം, നമുക്ക് എല്ലാ പെട്ടിയും ക്ലിയർ ചെയ്യാം. നമ്മുടെ പ്ലാവേല്, വീട്ടിലെ പ്ലാവേല് ചക്കോൺ ഉണ്ടാക്കിയ ഉപ്പേരി. കപ്പയുടെ ഉപ്പേരി, കപ്പ ചിപ്സ്, അവലോസ് ഉണ്ടാവും. ഇങ്ങനത്തെ കുറെ പാക്കറ്റുകളുണ്ട്. അവലോസ് പൊടി, അവലോസ് ഉണ്ടാവും. മസാലപ്പൊടി, നമ്മുടെ ഗരം മസാല പൊടിച്ചത്, കാന്താരി മുളക് ഉണങ്ങിയത്, നമ്മുടെ ഈ ഈന്തപ്പഴം, ഗൾഫിലെ ദുബായ് ഈന്തപ്പഴം, ഇത് ചക്കര ചിപ്സ്, നമ്മുടെ ഏത്തക്ക ഉപ്പേരി, വീട്ടിൽ വറുത്തത് കൊണ്ട് മേടിച്ചത് ചക്ക ഉണങ്ങിയതല്ല, ചക്ക ഉണങ്ങി. എങ്ങനെ മഴയത്തൊക്കെ ഉണങ്ങി. ഇന്ത്യൻ കോഫിപ്പൊടി അല്ലേ, നമ്മുടെ നാട്ടിലെ നാടൻ കോഫി പൗഡർ. ചക്ക ഉണങ്ങിയത്, കപ്പയുടെ ഉപ്പേരി. ഇതല്ലാത്ത കപ്പ ഉണങ്ങി നമുക്ക് കപ്പയൊക്കെ വേവിക്കാം. പിന്നെ നമ്മുടെ അപ്പൂസിന്റെ കുറെ സാധനങ്ങളുണ്ട്. അപ്പൂക്കൂടെ മൂടി കൊടുക്കാനുള്ള ഒരു സാധനം. ഇത് കൽക്കണ്ടം, എനിക്കും അപ്പക്കൂട്ടനും കൂടെ, ഞങ്ങൾക്കും അപ്പക്കൂട്ടനും കൂടെ കൽക്കണ്ടം. ഇത് അപ്പൂസിന്റെ എന്തോ ഒരു മെഡിസിൻ അല്ലേ. ഇത് മല്ലിപ്പൊടി, അപ്പക്കൂട്ടന് മല്ലിപ്പൊടി അവരുടെ കുക്ക് ചെയ്യുമ്പം അവനുള്ള നട്ട്സ്. ഇതൊക്കെ അവനുള്ള നട്ട്സാണ്. ഇത് ചമ്മന്തിപ്പൊടി, ഫ്രഷ് ചമ്മന്തിപ്പൊടി. അപ്പക്കൂട്ടൻ്റെ മസാലയാണ്. ഇതൊക്കെ അപ്പക്കൂട്ടൻ്റെ മസാല, അതായത് നമുക്ക് സെപ്പറേറ്റ് കവറിലേക്ക് അതിനകത്ത് മാറ്റണം, മാറിപ്പോയില്ല. അപ്പൂൻ്റെതല്ല, അപ്പൂൻ്റെ മുളക് പൊടി, അപ്പൂസിൻ്റെ മുളക് പൊടി. റൈസൻസ് ആൽമണ്ട്സ് ഫ്രം ദുബായ് ആൻഡ് ഇതുണ്ട് നമ്മുടെ ഈന്തപ്പഴം. ദിസ് ഓൾസോ ഫ്രം ദുബായ് ഈന്തപ്പഴം. ഞങ്ങൾക്കും ഉണ്ട്, അപ്പൂസിനും ഉണ്ട്. അത് നിങ്ങൾക്ക് തന്നെ. പിന്നെ നമുക്കിതുണ്ട്, നമ്മുടെ റൈസ് പൗഡർ, അരിപ്പൊടി ഉണ്ട് നാട്ടിലെ, അതുണ്ട്. നമ്മുടെ ബനാന ചിപ്സ് ഓൾറെഡി ആയി കൊണ്ടുപോയി നാട്ടിൽ കിച്ചണിൽ വെച്ചു. ഇത് ഗരം മസാല അല്ലോ, സം മീറ്റ് മസാല ഞാൻ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ കിച്ചൺ ട്രഷേഴ്സിന്റെ സം മീറ്റ് മസാല. പിന്നെ നമുക്ക് സാരി, ചുരിദാർ, ഡ്രസ്, മമ്മിക്ക് സാരി, ഓണത്തിന് കൊടുക്കാനുള്ള സാരി, ബൈബിൾ അല്ലേ, നമുക്ക് രണ്ടുപേർക്കും ബൈബിൾ, ഇതൊക്കെ ഒന്ന് നാട്ടിൽ വന്നത്. നമുക്ക് 2 പെട്ടിയുള്ളൂ, ഇതിനകത്ത് മാക്സിമം കൊണ്ടുവന്നു. പിന്നെ അവരുടെ സ്റ്റഫ് വെക്കണ്ടേ. നമുക്ക് ദുബായ് ഡേറ്റ്സ് ഒന്ന് കഴിച്ചു നോക്കാം. സ്വീറ്റ്, കറക്റ്റ് സ്വീറ്റ്. നമുക്ക് രാത്രി കൊടുക്കാം, ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ. നല്ല ഉപ്പരി
നമുക്കിത് വാങ്ങിച്ച ചിപ്സാണ്. ഇത് നമുക്ക് ഉണ്ടാക്കിയതുമുണ്ട്. അങ്ങനെ 2 ടൈപ്പ് ചിപ്സ് ഉണ്ട്. ഉണ്ടാക്കിയത് പ്രത്യേക ടേസ്റ്റ്, അതാണ് നല്ല ടേസ്റ്റ്. അടുത്തതായിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അവൽ, നാട്ടിലെ അവൽ. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കാന്താരി ഉണങ്ങിയത്, നമ്മുടെ നാട്ടിലെ കാന്താരി മുളകാണ്. വീട്ടിലെ കാന്താരി ഉണ്ടായത്. ഇതാൾക്ക് അപ്പുകൂട്ടനാണ് നമുക്കാണോ ഇതന്നെ അത് ഗരം മസാലയും കണ്ട. ഇനിയും ഗരം മസാല ആൻഡ് മീറ്റ് മസാല ആവശ്യത്തിന് കിട്ടി. ഗരം മസാല, മീറ്റ് മസാല. അലുവയൊക്കെ കൊണ്ട് വെച്ചത്. അലുവ ഉണ്ട്, അതെടുക്കാം. അലുവ, ചക്ക വരട്ടി. ഇത് നമ്മുടെ നാട്ടിലെ ഹലുവ കൊണ്ടുവന്നാണ്. ഹലുവ 3 കിലോ ഉണ്ട് ഹലുവ. ഇത് നമ്മുടെ ചക്ക വരട്ടിയത്. ചക്ക നല്ല വരട്ടി നല്ല ഹലുവ പോലെ ആക്കിയത്. അപ്പോൾ നമുക്കതുകൊണ്ട് എന്തെങ്കിലും കുമ്പിളൊക്കെ ഉണ്ടാക്കാം. പിന്നെ അത് ലോങ് ടൈം ഇരിക്കുകയും ചെയ്യും. അങ്ങനെ നല്ലതായിട്ട് ഉണ്ടാക്കിയ. ഇത് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയ ബനാന ചിപ്സ്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരിപ്പൊടി, നല്ല അടിപൊളി അരിപ്പൊടിയാണ്. 3 പാക്കറ്റ്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നാടൻ ശർക്കര. ഇതാണെങ്കിൽ നമ്മൾ ഉണ്ട പോലെ ഇരുന്ന് ഇനിയും എയർപോർട്ടിലൊന്നും എടുത്ത് കളയേണ്ടെന്നോട്ടുള്ളേ അവർ ചെക്കിങ്ങുകാർ എടുത്ത് കളയേണ്ടെന്നോട്ടുള്ളേ നമ്മൾ പൊടിച്ചു കൊണ്ടുവന്നു. ഒന്ന് ജാമാക്കി കൊണ്ടുവന്നു. പിന്നെ ചുരുട്ട് 1 പാക്കറ്റ് അക്കൗണ്ടും കൊണ്ട് കഴിച്ചു. 2-3 പാക്കറ്റ് ഇവിടെ ഉണ്ടെങ്കിൽ. പിന്നെ മമ്മിക്കും ഒന്ന് എടുത്ത് വെച്ചു. നമ്മുടെ കോട്ടയംകാരുടെ ഒരു സ്പെഷ്യൽ ഫുഡാണ് ചുരുട്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പ്രത്യേകം ചുരുട്ട് കൊണ്ടുവരാൻ മറക്കരുത്. അങ്ങനെ നമ്മുടെ ചുരുട്ട്. ഇതൊക്കെയാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നമ്മുടെ സാധനങ്ങൾ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറഞ്ഞത് തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇനി ഇവർ വന്നുകൊണ്ട് നമ്മൾ പല സ്ഥലങ്ങളിലൊക്കെ പോകും. അപ്പം നമുക്കതൊക്കെ കാണാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. താങ്ക് യു. ടേക്ക് കെയർ.